ഹിന്ദു പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തി ബലപ്രയോഗത്തിലൂടെ ബീഫ് കഴിപ്പിക്കുക, 4 നൂറ്റാണ്ടിനകം ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമെന്ന് പ്രഖ്യാപിക്കുക, ഇങ്ങനെ അങ്ങേയറ്റം വർഗീയ വിദ്വേഷ ചിത്രീകരണത്തോടെയാണ് ഇത് കേരള സ്റ്റോറി 2-ന്റെ ട്രെയിലറും ടീസറും അണിയിച്ചൊരുക്കിയത്. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയും കേരള സ്റ്റോറിക്കെതിരെ വടിയെടുത്തിരിക്കുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേരള സ്റ്റോറി 2 സിനിമയുടെ ടീസറും ട്രെയിലറും നിർമ്മാതാക്കൾ പിൻവലിച്ചു. കണ്ണൂർ സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. കേരളം പോലൊരു സംസ്ഥാനത്ത് വിദ്വേഷം പരത്തുന്ന ഇത്തരം ചിത്രങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. നാളെ വൈകിട്ട് 4 മണിക്ക് വിവാദമായ കേരള സ്റ്റോറി 2 കാണാനും കോടതി തീരുമാനിച്ചു. ഇതിനിടെ ലവ് ജിഹാദ് ഇരകളെന്ന് അവകാശപ്പെട്ട് ഡൽഹിയിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ മലയാളികളല്ലാത്തവരെ അണിനിരത്തിയതും വിവാദമായി. ഫെബ്രുവരി 27 തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും അവകാശവാദം. കേരളത്തോട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത കേരള സ്റ്റോറി 2-ന്റെ പ്രദർശനം തടയണം എന്ന ഹർജിയിൽ എന്താകും ഹൈക്കോടതി തീരുമാനമെടുക്കുക? കാണാം ആദ്യ എക്സ്ട്രാ. യഥാർത്ഥ സംഭവകഥ എന്ന മട്ടിൽ കേരള സ്റ്റോറി 2-ന്റെ ടീസർ പുറത്തിറക്കിയെങ്കിലും ട്രോളുകളുടെ പെരുമഴയായിരുന്നു ടീസർ നേരിട്ടത്. 2023 പുറത്തിറങ്ങിയ കേരള സ്റ്റോറിയുടെ തുടർച്ച എന്നാണ് അണിയറ പ്രവർത്തകർ ടീസറിനെ വിശേഷിപ്പിച്ചത്. ടീസർ പുറത്തു വന്നത് മുതൽ സാമൂഹിക മാധ്യമം ഒന്നടങ്കം വിമർശനങ്ങളുമായി രംഗത്തെത്തി. കേരള മുഖ്യമന്ത്രി മുതൽ സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്ന ഓരോ മനുഷ്യരും ടീസറിനെതിരെ ശക്തമായി പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഡൽഹിയിൽ പ്രസ് മീറ്റ് നടത്തി ലവ് ജിഹാദിന് ഇരയായവർ എന്ന് അവകാശപ്പെടുന്ന യുവതികളെ പങ്കെടുപ്പിച്ചു. ഇരകൾ എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ഉത്തരേന്ത്യക്കാരെയായിരുന്നു. മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ 5 മിനിറ്റിൽ പ്രസ് മീറ്റ് അവസാനിപ്പിച്ച് അണിയറ പ്രവർത്തകർ മുങ്ങി. ഏറ്റവും ഒടുവിൽ ടീസർ പിൻവലിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. കേരള സ്റ്റോറി 2-വിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു അങ്ങേയറ്റം വിഷലിപ്തമായ ടീസർ പിൻവലിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. തുടർന്ന് ടീസറും ട്രെയിലറും പിൻവലിക്കാമെന്ന് നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. നാളെ വൈകിട്ട് 4 മണിക്ക് സിനിമ കാണുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. RDX Wrap ന്യൂസ് മലയാളം. ലവ് ജിഹാദിന്റെ ഇരകൾ എന്ന തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 37 സ്ത്രീകളെ വേദിയിലെത്തിച്ചായിരുന്നു കേരള സ്റ്റോറി 2-ന്റെ പ്രസ് മീറ്റ്. കേരളത്തിൽ നിന്നുള്ള ഇരകൾ വേദിയിലില്ലാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം വന്നതോടെ സംവിധായകനും നിർമ്മാതാവും ഉരുണ്ടുകളിച്ചു. പിന്നാലെ കേരളത്തിൽ നിന്നുള്ളവരുടെ വീഡിയോ യൂട്യൂബിൽ ഉണ്ടെന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ നിർമ്മാതാവ് വിപുൽ അമർലാൽ ഷായും സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗും തടിതപ്പി. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ज़्यादा से ज़्यादा भारत के प्रांतों से इन विक्टिम्स को बुलाया जाए. बंगाल, बिहार, भीलवाड़ा, गंगापुर, राजकोट, उदयपुर, जम्मू, महाराष्ट्र, भोपाल, झारखंड, फरीदाबाद, मीरठ, दिल्ली, नोएडा, गुड़गांव, इंदौर, इतनी जगहों से विक्टिम्स यहाँ पे आए हैं. और बहुत सारे हमारे पास रिक्वेस्ट आए थे. बहुत सारी लड़कियाँ हिस्सा लेना चाहती थी, पर समय की कमी थी. हम उनका ट्रांसपोर्ट और सब ऑर्गेनाइज नहीं कर पा रहे थे. ഇന്നിപ്പോൾ കോടതിയിൽ സംഭവിച്ചത് കേരള സ്റ്റോറി 2-നെതിരെ ഹർജി നൽകിയത് ഫെബ്രുവരി 19-നാണ്. സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുന്നത് കേരളത്തിൽ മതസ്പർദ്ധയും വർഗീയതയും പടർത്തുമെന്ന് ഹർജിക്കാരൻ പറഞ്ഞു. ഇന്ന് ഹർജി വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ടീസർ പിൻവലിക്കുമോ എന്ന് കോടതി ചോദിച്ചത്. ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെയോ മതത്തെയോ ബാധിക്കുന്ന ഒന്നും സിനിമയിൽ ഇല്ല എന്നാണ് സെൻസർ ബോർഡ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സെൻസർ ബോർഡ് ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ ടീസറിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതോടെ ടീസർ പിൻവലിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഹാൽ സിനിമയിൽ ചില കട്ടുകൾ ഏർപ്പെടുത്തിയ കാര്യവും കോടതി ഓർമ്മിപ്പിച്ചു. കേരളം പോലൊരു സംസ്ഥാനത്ത് വിദ്വേഷം പരത്തുന്ന ചിത്രീകരണങ്ങൾ അനുവദിക്കാനാകില്ല എന്നും കോടതി പറഞ്ഞു. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് ചിത്രത്തിന് സെൻസർ ബോർഡ് അനുവദിച്ചിരിക്കുന്നത് UA സർട്ടിഫിക്കറ്റാണ്. സാധാരണ ഇത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾക്ക് A സർട്ടിഫിക്കറ്റാണ് അനുവദിക്കുന്നത്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകിയ CBFC നടപടി വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആദ്യം പുറത്തിറങ്ങിയ കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗാൻഡ സിനിമയ്ക്ക് ദേശീയ അവാർഡ് നൽകിയതും വലിയ വിവാദമായിരുന്നു. സനീഷ്, ഇതിപ്പോൾ കോടതി ഇക്കാര്യത്തിൽ കർശനമായൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സെൻസർ ബോർഡ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് നല്ല സിനിമയാണ്, ഒരു കുഴപ്പമില്ല എന്നാണ്. എന്ത് തോന്നുന്നു? കോടതിയോട് എനിക്ക് സത്യത്തിൽ ഒരു സങ്കടം തോന്നുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട്. കോടതിയുടെ കാര്യം ഓർത്തിട്ട് ഒരു സഹതാപം തോന്നുന്നുണ്ട്. കാരണം ഇത് പോയിട്ട് കാണണമല്ലോ. 2 മണിക്കൂർ 2-2.5 മണിക്കൂർ പോയിട്ട് ഇമാതിരി ഒരു സാധനം കാണുക എന്ന് വെച്ചാൽ അവർക്കിത് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്തല്ലേ പറ്റൂ. കോടതിക്ക് കണ്ടാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് പോയേ പറ്റൂ. പക്ഷേ ഇതിങ്ങനെ ഇരുന്ന് കാണണമല്ലോ.
ഫുൾ ടൈം ഇരുന്നിട്ട് എന്നുള്ളൊരു സങ്കടം ഈ സിനിമ മുഴുവനായിട്ട് കാണണമല്ലോ എന്നുള്ളത്. പിന്നെ കോടതി ശക്തമായിട്ട് നിലപാടാണ് എടുത്തത്. കാരണം ടീസർ കണ്ടപ്പോൾ സാധാരണ മനുഷ്യർക്കെല്ലാം മനസ്സിലാവുന്ന പോലെ കോടതിക്ക് മനസ്സിലായി ഇതിനകത്ത് അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള ഈ പറയുന്ന നിയമലംഘനം ഉണ്ടെന്ന് കോടതി മനസ്സിലാക്കുകയും കോടതി അപ്പം തന്നെ അത് പിൻവലിക്കാൻ പറയുകയും ചെയ്തു. മറ്റവർക്കും കാര്യം അറിയാവുന്നതുകൊണ്ട് അപ്പം തന്നെ അവർ പിൻവലിച്ചു. ഈ സെൻസർ ബോർഡാണ് ഹർഷൻ പറഞ്ഞ കോമഡി ആയിട്ട് എന്താണ് അവരുടെ പണിയെന്ന് മനസ്സിലാകാത്തത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സിനിമോട്ടോഗ്രാഫ് ആക്ട് 1952 പ്രകാരം സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് മതം, ജാതി, ഭാഷ, പ്രദേശം തുടങ്ങിയ അടിസ്ഥാനങ്ങളിൽ വൈരവും വിദ്വേഷവും പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം അനുവദിക്കരുത് എന്നത് ബേസിക് സംഗതിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞാണ്, അത് പ്രാഥമികമായിട്ടുള്ള സംഗതിയാണ്. IPC പ്രകാരമാണെങ്കിൽ സെക്ഷൻ 153A മതം, ജാതി മുതലായവയുടെ അടിസ്ഥാനത്തിൽ ശത്രുത വളർത്തൽ, സെക്ഷൻ 295A മതവിശ്വാസം വ്രണപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം, ഇതൊന്നും പാടില്ല എന്നവിടെയുണ്ട്. അപ്പം നിയമം അത്രക്ക് ഗംഭീരമായിട്ട് നിയമം ഉണ്ടായിരിക്കും, അത്രക്ക് പച്ചവെളിച്ചം പോലെ എല്ലാവർക്കും അല്ലെങ്കിൽ പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാവുന്ന വിധത്തിൽ അവിടെ ഈ നിയമം ഉണ്ടായിരിക്കെ സെൻസർ ബോർഡ് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടായിരിക്കും. സെൻസർ ബോർഡ് ഇന്നും ചെന്നിട്ട് കോടതി മുമ്പാകെ പറഞ്ഞിരിക്കേണ്ടത് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല എന്ന്. അതായത് മുസ്ലിം ആയതുകൊണ്ട് വില്ലനായ, അതായത് മുസ്ലിമായ വില്ലൻ എന്നല്ല, വില്ലൻ ആയത് തന്നെ അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ്. മുസ്ലിം ആയതുകൊണ്ട് തന്നെ വില്ലന്മാരായിട്ടുള്ള കുറേ ആളുകൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് മേൽ അതിക്രമം നടപ്പാക്കുന്നു, മർദ്ദിക്കുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം വായിലേക്ക് തള്ളിക്കയറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാധനം അപ്പോൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഈ ടീസർ കണ്ടാൽ തന്നെ മനസ്സിലാകും ഏത് ആൾക്കും ഇത് സെൻസർ ബോർഡ് കേരളത്തിലെ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ രാജ്യത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തകിടം പറഞ്ഞിട്ടാണുള്ളത് എന്നുള്ളതുകൊണ്ടും ഇത്തരം സിനിമകൾക്ക് പോലും ഈ എന്താണ് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി വരുന്നത് കേന്ദ്രമന്ത്രിമാരും വളരെ ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെയാണ് എന്നുള്ളതുകൊണ്ടും ഇതിങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകുന്നു എന്താണ് അതിൻ്റെ കാര്യം. പക്ഷേ നമ്മൾ ഈ സിനിമ സംവിധാന നിർമ്മാതാവും അവർ കാശ് വാരും, കാരണം അവിടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ കാണാൻ നല്ല ഹരായതുകൊണ്ട് കാശ് വാരുമായിരിക്കും. പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദ്യം ഇങ്ങനെ പരവരാ വന്നപ്പോൾ ആളുകൾ ഈ നിർത്തി പോകേണ്ടതായിട്ട് വന്നു. കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് കേരളത്തിൽ നിന്ന് ഒരാളും വന്നിട്ടില്ല, അവരോട് ചോദ്യം ചോദിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീകളോട് എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്ന കാര്യമൊക്കെ ചോദിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഇതിപ്പോൾ അധികം സംസാരിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിയുള്ള കേരളത്തിന് പുറത്തുള്ള മനുഷ്യർക്കും എല്ലാം മനസ്സിലായി. രാജീവ് ചന്ദ്രശേഖർ പോലും ഇത് കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഇങ്ങനെ പ്രകടമായി മുഴച്ചു നിൽക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അങ്ങേയറ്റം അതിക്രമവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും നിയമത്തിനും എതിരായിട്ടുള്ള നിയമലംഘനം, ഭരണഘടനാ ലംഘനം ഉണ്ട് എന്ന കാര്യം ഉറച്ചു നിന്ന് പറയാൻ രാജീവ് ചന്ദ്രശേഖരനും BJP നേതാക്കൾക്കും പറ്റുന്നില്ല എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം. ബാക്കിയെല്ലാം പച്ചവെള്ളം പോലെ ആളുകൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതായത് ആ ടീസറിൽ തന്നെ ഏറ്റവും പ്രധാനമായി കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഈ ബീഫ് അണ്ണാക്കിൽ തിരികുന്ന ഒരു ദൃശ്യമായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേരളം വിട്, ഇന്ത്യയുടെ ഒരു പൊതു സാഹചര്യം പരിശോധിച്ചാൽ എന്താ സനീഷേ, ഒരാളെ ബീഫ് തിന്നണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വായി വെച്ച് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടി പീഡിപ്പിക്കുന്നൊന്നുമില്ല. അതേസമയം ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ബീഫല്ല ഏതെങ്കിലും ഇറച്ചി കൈവശം വെച്ചു അല്ലെങ്കിൽ വെച്ചു എന്ന് സംശയം തന്നെ തോന്നിയാൽ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം തല്ലിക്കൊല്ലുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ യാഥാർത്ഥ്യമാണ്. അത് എണ്ണിപ്പറയാവുന്ന കേസുകൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സിനിമയില്ല. അതായത് ആ നിലയ്ക്ക് മനുഷ്യൻ്റെ ജീവന് വിലകൽപ്പിക്കാതെ തല്ലിക്കൊല്ലുക. അത് കൂടെ കളിച്ചവരും പഠിച്ചവരുമായിട്ടുള്ള ആളുകൾ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇറച്ചി ഇരിപ്പുണ്ട്, ബീഫ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി കണ്ടെടുത്ത ഇറച്ചി, അത് ആ കാര്യം പറയരുത് എന്നുള്ളത് തന്നെയാണ് സത്യം. ശരിക്കും അങ്ങനെ അത് ഇറച്ചി ഏതായാലും എന്താണ് തല്ലിക്കൊല്ലാമോ എന്നുള്ള പ്രശ്നം നിലനിൽക്കെ തന്നെ ഈ കണ്ടെടുത്തൊന്നും ബീഫിൻ്റെ ഇറച്ചി ആയിരുന്നില്ല എന്നുള്ള വസ്തുത കൂടെയുണ്ട്. പെരുന്നാളിന് മേടിച്ച് വെച്ച ആട്ടിറച്ചി കണ്ടിട്ട് അത് ബീഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ആളെ തല്ലിക്കൊന്നിട്ടുണ്ട് ഈ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനെക്കുറിച്ച് സിനിമയില്ല. പകരം എന്താണ്, ഇവിടെ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ടാക്കുക. പിന്നെ ഇയാൾ പറഞ്ഞു, ഇതിൻ്റെ സംവിധായകരും നിർമ്മാതാവും ഒക്കെ പറഞ്ഞു ഇത് കേരളത്തെക്കുറിച്ചല്ല എന്ന് പറഞ്ഞു. പിന്നെ താനൊക്കെ എന്തിനാണോ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്നത് എന്നല്ലേ ചോദിക്കേണ്ടത്. എന്തിനാണ് കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളമല്ല, പിന്നെ കേരളത്തിന് എന്താണ് അതിനകത്ത് കേരള എന്നുള്ള പേരിന് അതിൽ സാങ്കത്യം? അപ്പോൾ അത് മാത്രമല്ല, അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു 37 സ്ത്രീകളെ എവിടുന്നോ കൊണ്ടുവന്ന് അവിടെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. കേരള സ്റ്റോറി എന്നാണ് പേര്. ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള കാര്യമില്ല, ആ അണിനിരത്തിയിരിക്കുന്നവരിൽ കേരളത്തിൽ. അപ്പോൾ എന്താണ് കേരളത്തിനെതിരായ വിദ്വേഷ പ്രചാരണം എന്നുള്ളത്? അത് വളരെ ആ പ്രൊപ്പഗൻഡ എന്താണ്, കേരളത്തിന് വെളിയിൽ കേരളത്തിനെതിരെ അതിശക്തമായ വിദ്വേഷ പ്രചാരണം നടത്തണം. അതിന് കാരണമുണ്ട്. ഇവിടെ കേരളത്തിലേക്ക് ധാരാളം നോർത്ത് ഇന്ത്യൻ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് കേരളം ഗംഭീരമായ സ്ഥലമാണ് കേട്ടോ എന്ന് നോർത്ത് ഇന്ത്യയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇവിടുത്തെ മോർട്ടാലിറ്റി റേറ്റിന്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ചും ഇവിടുത്തെ ലൈഫ് എക്സ്പെക്റ്റൻസിയെക്കുറിച്ചും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഇവിടുത്തെ സ്കൂളുകളെക്കുറിച്ച്, ഇതെല്ലാം ഇവിടുത്തെ ശുചിത്വത്തെക്കുറിച്ച് ഒക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ വാട്ടർ മെട്രോയിൽ തന്നെ എല്ലാ നോർത്ത് ഇന്ത്യൻ വ്ളോഗേഴ്സും കയറിയിട്ടുണ്ടാകും ഇപ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ള ഈ വ്ളോഗുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നതിനെ തടയാൻ, അല്ലെങ്കിൽ ഇതല്ല
ഇത്രയും നിറച്ചാർത്തുകൾക്കിടയിൽ ഇങ്ങനെ ഒരു വശമുണ്ട്. അവിടെ ഇങ്ങനെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്യാണം കഴിക്കുകയാണ് മറ്റേ ലവ് ജിഹാദിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ലവ് ജിഹാദ് നടത്തി മതം മാറ്റി വഞ്ചിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതുകൂടി ഉണ്ട് എന്ന് അവിടെ ഇരിക്കുന്ന പാവപ്പെട്ട നോർത്ത് ഇന്ത്യക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അവരെ ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ ഇപ്പോൾ BJP ഭരിച്ചിട്ടില്ല കേരളത്തിൽ ഇതുവരെ BJP ഭരിക്കാതെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ജീവിത നിലവാരത്തിലേക്ക് ഈ സംസ്ഥാനം വന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രശ്നമാണ്. കാരണം ഇവരവിടെ പോയി ഭരിച്ചിട്ടില്ല, പക്ഷേ ഇവർ ഭരിക്കാത്ത സ്ഥലത്ത് ഇത്രയും നന്നായി ഗംഭീരമായി കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അതിപ്പോൾ BJP നേരിട്ടിറങ്ങി ഇത് ചെയ്തു എന്ന് പറയില്ല. BJP അല്ല ഇത് ചെയ്യുന്നത്. എപ്പോഴും പ്രൊപ്പഗാൻഡയ്ക്ക് വേറൊരു മെഷീനറിയാണ് പ്രവർത്തിക്കുക. ആ പ്രൊപ്പഗാൻഡ മെഷീനുകളാണ് ഇത്തരം സാധനങ്ങൾ പടച്ചുവിടുക. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളം ഈ മട്ടിൽ വ്യത്യസ്തമാണ്. കേരളത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇത് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എന്താ, തമിഴ്നാട് ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ കേരളത്തെയും തമിഴ്നാടിനെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരാണ് വരുന്നത്? ഉത്തർപ്രദേശിൽ നിന്ന് ഇവർ വരികയാണ്. ഇത് ഒരു ജനിച്ചാൽ 37 കുട്ടികൾ മരിച്ചു പോവുക ഉത്തർപ്രദേശിൽ 1000-ൽ. ഇവിടെ കേരളത്തിൽ അത് 5ആണ് ആ കണക്ക്. അപ്പോൾ ഉത്തർപ്രദേശ് വന്നിട്ട് കേരളത്തെ എന്ത് പഠിപ്പിക്കാനാണ് എന്നുള്ള ചോദ്യം ഇത് തന്നെ തമിഴ്നാടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ ചോദ്യം തമിഴ്നാടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യം മാറ്റണം. ശരിക്ക് ഇതൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെയാണ് അവിടെ, അത് സമ്മതിക്കാതെ തരയില്ല. പക്ഷേ അവിടെ ബീഫ് തീറ്റിക്കും നിങ്ങളെ കൊണ്ട് എന്നുള്ളത് ആണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം അതിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഈ ടോട്ടൽ എപ്പിസോഡിൽ ഈ രണ്ടാം കേരള സ്റ്റോറിയുടെ വരവും ഈ ചർച്ചയ്ക്ക് കാരണമായ എപ്പിസോഡിൽ ഏറ്റവും കൗതുകകരവും വ്യത്യസ്തമായത് ഒരു MSFന്റെ നേതാവിൻ്റെ പ്രതികരണമാണ്. ഓർമ്മ, അതായത് വിശ്വാസം വ്രണപ്പെടുത്തരുതെന്ന് ഇയാൾ പറയുന്ന കേട്ട ദിവസം ബീഫ് കഴിച്ച ആർക്കാണോ അവിടെ വിശ്വാസം വ്രണപ്പെടുന്നത്? ബീഫ് കഴിച്ച വിശ്വാസം ഒരു കാര്യം പറയട്ടെ, അതായത് ബീഫ് കഴിച്ചാൽ എന്ത് വിശ്വാസം വ്രണപ്പെടാനാണ്? അതായത് ഈ നാട്ടിലെ ഈ രാജ്യത്ത് പല മതവിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ചില വിശ്വാസികൾ ഉള്ളി കഴിക്കുന്നത് അവർ കഴിക്കാറില്ല. ജൈന മതക്കാർ ഉള്ളി കഴിക്കില്ല എന്ന് വെച്ച് നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഉള്ളി കഴിച്ചാൽ അവരുടെ മതവിശ്വാസം വ്രണപ്പെടുമോ? അവരത് പറയുമോ? ഞാൻ ഉള്ളി ഫെസ്റ്റ് നടത്തിയിട്ട് എല്ലാവരും കൂടെ ഉള്ളി കഴിക്കാൻ തീരുമാനിച്ചാൽ ജൈന മതക്കാരുടെ മതവിശ്വാസം വ്രണപ്പെടുന്നേ എന്ന് ഈ MSFകാരൻ പറയുമോ? ആളുകൾക്ക് വേണ്ടത് അവർ കഴിക്കുക. ഇപ്പം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പിന്നീട് ഈ BJPക്കാരായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഹാർഡ് കോർ BJP ഹിന്ദുത്വക്കാർ ഇതിനെ സ്ഥിരമായിട്ട് പറയുന്നത്, അങ്ങനെയാണ് നിങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്തുമോ? പോർക്ക് കഴിക്കുമോ? പോർക്ക് കഴിക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? അവർ കഴിക്കില്ല എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇവിടുന്ന് പോർക്ക് കഴിക്കും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുസ്ലിമിന് വല്ല വികാരം നടപ്പെടുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ കഴിച്ചോ എന്ന് പറയും. ഈ നാട്ടിലെല്ലാം പോർക്ക് വിൽക്കല്ലേ. അങ്കമാലിയിൽ പോർക്കിനെ പറ്റിയിട്ട് അതിൻ്റെ പ്രശസ്തിയെ പറ്റിയിട്ട് സിനിമ തന്നെ ഇറങ്ങി നമ്പർ 1 ഹിറ്റായിരുന്നു ആ കാലത്ത്. അപ്പോൾ പോർക്കൊക്കെ അടിച്ചു പൊളിച്ച ആളുകൾ കഴിക്കുക. പോർക്ക് കഴിക്കുന്നതിന് ഈ BJPക്കാരായിട്ടുള്ള ആൾ, അത് ഹാർഡ് കോർ BJPക്കാരാണ് കേട്ടോ, സാധാരണ BJPക്കാർക്കല്ല. ഈ ഹാർഡ് കോർ ഹിന്ദുത്വക്കാർ ഒരു തർക്കുത്തരായിട്ട് പറയുന്നതാണ് പോർക്ക് കഴിക്കാമോ എന്നാ നിങ്ങൾക്ക്. നിങ്ങൾ അത്ര ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോർക്ക് കഴിക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അവരുടെ മതം വിലക്കുന്നുണ്ട്. ജൈന മതക്കാരെ ഉള്ളി കഴിക്കരുത് എന്നതുപോലെ അവരുടെ മതം വിലക്കുന്നുണ്ട്. പോർക്ക് കഴിക്കാൻ പാടില്ല, പന്നി ഇറച്ചി കഴിക്കാൻ പാടില്ല. അവർ കഴിക്കാറില്ല, അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അവരുടെ മതവിശ്വാസത്തിൽപ്പെട്ട അല്ലാത്ത ആൾക്കാർ പോർക്ക് കഴിക്കുന്നതിന് അവർക്കെന്ത് തടസ്സമാണ്? അവരങ്ങനെയാണെങ്കിൽ പിന്നെ ഉള്ളി ഈ കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ചേർത്ത് ആലോചിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാവും. പക്ഷേ ഇവരെല്ലാം കൂടെ ചേർത്ത് ആലോചിക്കില്ല. ഇവർ ഇങ്ങോട്ട് വെക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം പോർക്ക് കഴിക്കുന്നതും ഉള്ളി കഴിക്കുന്നതും ഒക്കെ ഓരോരോ മതവിശ്വാസികൾ അവരുടേതായിട്ട് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഹാർഡ് കോർ ആയിട്ടുള്ള BJPക്കാർ ഹിന്ദുത്വക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബീഫ് കഴിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് രോഷം ഉണ്ടാക്കുന്നു. നിങ്ങൾ കഴിക്കുന്ന ആളുകളെ തല്ലുന്നു, നിങ്ങൾ അതിനെ കൊല്ലുന്നു, നിങ്ങൾ അതിനെ പറ്റിയിട്ട് സിനിമ ഉണ്ടാക്കുന്നു, ഒരു പ്രോപ്പഗാൻഡ സിനിമകൾ ഉണ്ടാക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ഭക്ഷണം കഴിക്കുന്നില്ല എന്നത് എൻ്റെ തീരുമാനമാണ്, ഞാൻ കഴിക്കുന്നില്ല. പക്ഷേ മറ്റൊരാൾക്കത് കഴിക്കാനുള്ള അവകാശം സമ്പൂർണ്ണമായിട്ടുണ്ട് രാജ്യത്ത് എന്നത് അവർ മനസ്സിലാക്കണം. അപ്പോൾ ആ കാര്യം മനസ്സിലാകാതെ കുറേ BJP ഹിന്ദുത്വ ആളുകൾക്കത് മനസ്സിലാകുന്നില്ല. MSFൻ്റെ ഈ ചെറുപ്പക്കാരന് ഉലകം തിരിഞ്ഞിട്ടില്ല. അയാൾ മതവിശ്വാസം വ്രണപ്പെടുന്നതാണ് പറയുന്നത്. നാളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജൈന മതക്കാരൻ പറഞ്ഞത് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കരുതെന്ന് പോലും ജൈനമത വിശ്വാസി പറയുന്നില്ല, ഞാനത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഈ ചങ്ങാതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ MSFകാരൻ ചാടി എന്നിട്ട് പറയും അതുകൊണ്ട് നമ്മൾ ആരും ഇനി ഉള്ളി കഴിക്കാൻ പാടില്ല. ഉമ്മയോടും പങ്ങളോടും ചെന്ന് പറയും, അടുക്കളയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഉപ്പയോട് ചെന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളോട് പറയും, ഉമ്മ പങ്ങളെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ഉള്ളി കഴിക്കരുത്, കാരണം ഉള്ളി കഴിച്ചാൽ ഉള്ളി കഴിക്കാത്ത ആളുകളുടെ വിശ്വാസം വ്രണപ്പെടും എന്ന് പറയും. ഈ ചങ്ങാതിനെയൊക്കെ ലീഗിനകത്ത് പിന്നെ ഒന്ന് പ്രത്യേകമായിട്ട് പാർട്ടി ക്ലാസ്സോ മറ്റോ എടുത്തിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ചേർന്നിട്ട് ഒരു പഠനം നടത്തി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ നിന്ന് 37,000 സ്ത്രീകൾ ISISൽ ചേർന്നു എന്ന വിശേഷണത്തോടെയാണ് കേരള സ്റ്റോറി 1 തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിനേക്കാൾ വിദ്വേഷ പ്രചാരണവുമായാണ് കേരള സ്റ്റോറി 2 ഇറങ്ങുന്നതെന്ന് ടീസറിലും ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്.
നാളെ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇത് ഏത് കേരളം എന്നായിരിക്കും ജഡ്ജിമാരടക്കം ചോദിക്കാൻ സാധ്യത. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി ഒരു നാടിനെക്കുറിച്ച് എന്ത് തോന്നിയാസവും പറയാവുന്ന രീതി എതിർക്കപ്പെടേണ്ടതാണ്. കേരളത്തെ അപമാനിക്കുക മാത്രമാണ് സിനിമയുടെ ലക്ഷ്യമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാണ്. ഹാൽ സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗം വെട്ടിക്കളഞ്ഞ സെൻസർ ബോർഡിന് കേരള സ്റ്റോറി 2-ൽ ബീഫ് വായിൽ കുത്തിക്കയറ്റാൻ നോക്കിയിട്ട് യാതൊരു കുഴപ്പവും ഇല്ലെന്നതും അത്ഭുതകരമാണ്. സിനിമ യഥാർത്ഥ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പോഴും നിർമ്മാതാക്കളുടെ വാദം. ആ യഥാർത്ഥ സംഭവങ്ങൾ എവിടെയാണ് നടന്നത്, ആരാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിയത് എന്നെല്ലാം വ്യക്തമാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ആ നിർമ്മാതാവിനും സംവിധായകനും ഉണ്ട്. പച്ചയ്ക്ക് വർഗീയത വിളമ്പി കേരളത്തെ അപമാനിക്കാനുള്ള ശ്രമങ്ങളൊന്നും തൽക്കാലം ഇവിടെ വിലപ്പോകില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. RDX അടുത്ത വിഷയത്തിലേക്ക്.